ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ പോട്ടെ, എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. അങ്ങനെ കുറച്ച് നേരം പുറത്ത് നിന്നതിന് ശേഷം ഞാൻ അകത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ന്യൂസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ലോഹിതദാസ് സാറിൻ്റെ ഓർമ്മ ദിവസമാണ്. സിനിമേനെ സ്നേഹിക്കുന്നവർക്കൊന്നും സാറിനെ മറക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ കുറച്ച് നേരം ഞാൻ ആ ന്യൂസൊക്കെ കണ്ടിരുന്നു കേട്ടോ. മോച്ചു അന്നാമ്മയും ദേ ഇവിടെ ഇരിക്കുന്നുണ്ടേ. ടി വി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ ഫോണിലേക്ക് നോക്കിയിരിക്കുക കേട്ടോ. 2 ദിവസം മുമ്പ് വരെ മോച്ചുവിന് അന്നമോളെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ കൊച്ചു വരുമ്പോൾ മോച്ചു അവൻ്റെ കൂടെ കൂടും കേട്ടോ. അന്നമോളെ പിന്നെ ഇഷ്ടം ഉണ്ടാവില്ല. ഇതിപ്പോൾ അവൻ പോയി കഴിഞ്ഞപ്പോൾ വേറെ നിവൃത്തിയില്ല, അന്നമോളുടെ അടുത്തേക്ക് തന്നെ വരണം. അങ്ങനെ പിന്നെ സ്നേഹത്തിലായിട്ടുണ്ട് കേട്ടോ അവർ. അങ്ങനെ അവർ ചായ കുടിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ചായയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇരുന്ന് അന്നമോൾ അവനോട് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടേ. അന്നമോൾക്ക് മോച്ചു എന്ന് വെച്ചാൽ ജീവനാ, മോച്ചുവിനും തിരിച്ചങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇടയ്ക്ക് മോച്ചുവിൻ്റെ സ്വഭാവം ഒന്ന് മാറും കേട്ടോ. അപ്പം അന്നമോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര നാണായിപ്പോയി. ഞാൻ വീഡിയോ ഒക്കെ എടുക്കണ കണ്ടപ്പോൾ ഇവിടെ അമ്മ കാര്യമായിട്ട് എന്നോട് സംസാരിക്കുന്നുണ്ടേ. അമ്മയ്ക്ക് കുറച്ച് സമയം കിട്ടുമ്പോഴേക്കും എന്നോട് ഇങ്ങനെ എല്ലാ വിശേഷങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ കേട്ട് ആ എന്നൊക്കെ പറയൂ കേട്ടോ. പേടിക്കോ ഇവിടെ ഇരിക്കണ നീ കണ്ണടക്കി കണ്ണടിച്ചാലേ വരുള്ളൂ. അങ്ങനെ ഞാൻ കുറച്ച് നേരം മക്കളോട് സ്പെൻഡ് ചെയ്തു കേട്ടോ. ഞാനൊരു സിംഗിൾ പാരൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. പലരും എന്നോട് അതുകൊണ്ട് തന്നെ ചോദിക്കാറുണ്ട്, ഹാപ്പി അല്ലേ, സങ്കടത്തിലാണോ എന്നൊക്കെ. നിങ്ങളിത് കാണണം കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ചിലപ്പോൾ എന്തെങ്കിലും ഫിനാൻഷ്യലി ഞാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ പെടാറുണ്ടെങ്കിലും അല്ലാത്തൊരു സാഹചര്യത്തിലും ഞാനൊരു വിഷമം അനുഭവിക്കാറില്ലേ. എൻ്റെ മക്കളുടെ ഒപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോഷ്യൽ മീഡിയ വന്നേ പിന്നെയുള്ള ചെറിയ പ്രശ്നങ്ങളല്ലാതെ എനിക്ക് വേറൊരു പ്രശ്നമില്ല. കാരണം നമ്മൾ ഒരാളോട് മിണ്ടിയില്ലെങ്കിൽ സംസാരിച്ചില്ലെങ്കിലൊക്കെ പരിഭവം പറയുന്ന ആൾക്കാരെ മാത്രമേ എനിക്ക് കുറച്ച് തലവേദന ആവാറുള്ളൂ. അതല്ലാത്ത സാഹചര്യത്തിൽ എൻ്റെ മക്കളെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇപ്പം തന്നെ മസാജ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തി കയറിയിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മസാജിങ് ഒന്നും നടക്കുന്നില്ല. നല്ല ഇടിയാണെങ്കിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം അന്നമോൾ ഇനി ചെയ്യണ്ട, മോച്ചു ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അന്നമോളെ ഞാൻ പതുക്കെ അവിടെ നിന്ന് ഒഴിവാക്കി വിടുന്നുണ്ട്. അപ്പം മോച്ചു മമ്മി പേടിക്കണ്ട, മമ്മിക്ക് ഞാൻ അടിപൊളിയായിട്ട് മസാജൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. അതിലും വലുത് എന്തായാലും പ്രതീക്ഷിക്കാം. അവൾ ഇടിയാണ് തന്നെങ്കിൽ ഇവൻ ചവിട്ട് തരും. അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷ കയറ്റിയിട്ടത്. പക്ഷേ ആള് മസാജ് ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ 2-3 മുടിയൊക്കെ പൊട്ടിത്തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട നിർത്തിക്കോ, മതി. ഇനി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തലയിൽ ഒന്നും ഉണ്ടാവില്ല, മുടി എന്ന് പറയാനുള്ള ഒരു സാധനം പോലും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ മോച്ചുവിനെയും പതുക്കെ അവിടെ നിന്ന് ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അവന് പേടിയായി ഞാൻ എൻ്റെ മുഖമൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴേക്കും. സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. അപ്പം എന്തായാലും വേഗം പോയി ഇനി ഓടി കുളിക്കണം, എന്നാലാണ് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പം ഞാൻ വേഗം കുളിച്ചിട്ട് വരാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. മുഖത്താണെങ്കിൽ ചെറിയൊരു റെഡ്നെസ് ഒക്കെ കാണിക്കുന്നുണ്ട്, ഒരു സൈഡ് മാത്രം. പിന്നെ നെറ്റിയുടെ ഭാഗത്ത് നന്നായിട്ട് റെഡ്നെസ് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും വേറെ ഒന്നും ചെയ്യണ്ട, മോയ്സ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തില്ല. അങ്ങനെ അല്ലറ ചില്ലറ എന്തൊക്കെയോ കാര്യങ്ങൾ കഴിഞ്ഞ് സമയമൊക്കെ കുറച്ച് പോയിട്ടോ. അതേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ അപ്പനിരുന്ന് ക്രിക്കറ്റ് കളി കാണുന്നുണ്ട് കേട്ടോ. അവിടെ കിടക്കുന്നുണ്ട് അപ്പൻ, അമ്മയാണെങ്കിൽ സൈഡിൽ ഇരിക്കുന്നുണ്ട്, മോച്ചു കൂടെ ഉണ്ട് കേട്ടോ. അന്നമോള് മാത്രം ഇവിടെ കാണുന്നില്ല. അപ്പം അന്നമോൾ എവിടെയാണെന്ന് നോക്കാൻ വന്നപ്പോൾ ദേണ്ടേ ഇവിടെ 3 കസേരയൊക്കെ ഇട്ടിരുന്ന് കളിക്കുന്നു. പുള്ളിക്കാരത്തി തന്നെ അവരോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പുള്ളിക്കാരത്തി തന്നെ അത് വലിച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പുള്ളിക്കാരത്തി ഇത് വലിച്ചിട്ട് എൻ്റെ ഓരോ സാധനങ്ങളും അവിടെ നിന്ന് എടുക്കും.
പിന്നെ ഞാൻ അവിടെ നിന്ന് മാറി കുറച്ചു നേരം ഫ്രീ ആയിട്ട് ഇരിക്കാന്ന് വെച്ചപ്പോഴേക്കും ഇത് കണ്ടോ, ഇവരെന്നെ ഫ്രീ ആയിട്ട് വിടാൻ സമ്മതിക്കൂല. ഒരുത്തനാണെങ്കിൽ കണ്ണാടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് എന്നെ കാണിക്കാൻ വന്നേക്കായിരുന്നു. ഒരുത്തിയാണെങ്കിൽ ഇതേ സൈക്കിളിന്റെ മണ്ടയിൽ കസേരയൊക്കെ കയറ്റി വെച്ചിട്ട് സൈക്കിൾ ചവിട്ടി നടക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ കുറച്ച് ചോറൊക്കെ എടുത്തു കേട്ടോ. ഇന്ന് ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു, പിന്നെ ജാതിക്ക ഉപ്പിലിട്ടത് ചേച്ചി വന്നപ്പോൾ കൊണ്ടുവന്ന, അപ്പം അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം ബുക്ക് വായിക്കാൻ ഒരു സമയമൊക്കെ കിട്ടിയപ്പോൾ ഞാൻ കൽപ്പറ്റ നാരായണൻ്റെ കൊന്തല എന്ന് പറഞ്ഞ പുസ്തകമാണ് ഇന്ന് വായിക്കാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ കുറച്ചു നേരമൊക്കെ അത് വായിച്ചു കേട്ടോ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എഴുത്തൊക്കെ ഒരു പഴയ കാര്യങ്ങളൊക്കെ വിവരിച്ച് പറയുന്നതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ അടുത്തൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത് എൻ്റെ ചുട്ടുമണീനെ ഉറക്കുക എന്നുള്ളതാണ്. എൻ്റെ ചുട്ടുമണി ദീ ഇവിടെ കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. എനിക്കിതിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിനെ ഞാനൊന്ന് ഉറക്കിയിട്ടുണ്ടേ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ദേ ഒരു അവലോസ് ഉണ്ട എടുത്ത് ചോറൊക്കെ കൊണ്ടതിന് ശേഷം അതങ്ങ് കഴിച്ചു. പിന്നെ ദേ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാൻ പോവാ കേട്ടോ. ഈ ഒരു പ്രാർത്ഥന എഴുന്നേൽക്കുമ്പോഴും ഉണ്ട്, കിടക്കാൻ നേരത്തും ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെന്തായാലും ദൈവത്തോട് നന്ദി പറയണമല്ലോ. കാരണം ഇത്രയും നേരം നമ്മൾ ഒരാപത്തും വരാതെ കാത്തു സൂക്ഷിച്ചതല്ലേ. അങ്ങനെ ഞാൻ ദേ കിടന്നുറങ്ങാൻ പോവാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ പോവാണ്. അടുത്ത ദിവസം വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരും കാത്തിരിക്കണം. പിന്നെ ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.